നമസ്കാരം. പ്രധാന ലൈഫ് മിഷൻ കേസിൽ സർക്കാരിന് തിരിച്ചടി. കേസിൽ CBI അന്വേഷണം തുടരാൻ അനുമതി നൽകിയ ഹൈക്കോടതി FIR റദ്ദാക്കണമെന്ന സർക്കാരിന്റെയും യൂണിടാക്കിന്റെയും ഹർജി തള്ളി. എന്നാൽ ഉത്തരവിൽ ഉദ്യോഗസ്ഥരെ കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോൾ സർക്കാരിനെതിരെ പരാമർശമില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ ഇടനിലക്കാരെ കൂട്ടുപിടിച്ച് അഴിമതി നടത്തിയോ എന്ന് സംശയിക്കാമെന്ന് കോടതി പറഞ്ഞു. ഒരു പദ്ധതി പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം അതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനില്ല. രാഷ്ട്രീയക്കാരായ ഭരണ നേതൃത്വം നയങ്ങൾ സൃഷ്ടിച്ചാലും നിയമപരമായി നടപ്പിലാക്കേണ്ടത് ഉദ്യോഗസ്ഥ നേതൃത്വമാണെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. വിവരങ്ങളുമായി CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, സർക്കാരിന് തിരിച്ചടിയാണ്, അവരുടെ ഹർജി ആവശ്യം തള്ളിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും രാഷ്ട്രീയ നേതൃത്വത്തെയും കുറ്റപ്പെടുത്താൻ കോടതി തയ്യാറായിട്ടില്ല എന്നത് അവർക്ക് ആശ്വാസകരവുമാണ്. അങ്ങനെ കാണേണ്ട ഉത്തരവാണിത്, അല്ലേ? തീർച്ചയായും മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിസഭയ്ക്കും ഒരു നയപരമായ തീരുമാനമെടുത്തതിൻ്റെ പേരിൽ അതിന് പിന്നിൽ നടന്നിട്ടുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള അഴിമതിയുടെ പേരിൽ അവരിലേക്ക് ക്രിമിനൽ ലൈബിലിറ്റി ആരോപിക്കപ്പെടുന്നത്, അതായത് ക്രിമിനൽ നിയമപരമായ ബാധ്യത അവർക്കില്ല, ക്രിമിനൽ ലൈബിലിറ്റി ആരോപിക്കപ്പെടുന്നത് തെറ്റാണ് എന്ന് തന്നെയാണ് വളരെ പ്രധാനമായും ജസ്റ്റിസ് സോമരാജൻ വ്യക്തമാക്കുന്നത്. അതായത് ഈ നയപരമായ ഒരു തീരുമാനം, പ്രളയത്തിലൂടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വിദേശ സഹായത്തോടു കൂടി വീട് നിർമ്മിച്ച് നൽകുക എന്ന ലൈഫ് മിഷൻ പദ്ധതി അത് നടപ്പാക്കാൻ വേണ്ടി നയപരമായ തീരുമാനമെടുക്കുക മാത്രമാണ് സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള വലിയ തോതിലുള്ള ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായും പേരെടുത്ത് പറയുന്നുണ്ട് സ്വപ്ന സുരേഷ്, സരിത്ത്, സന്ദീപ്, യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ, ഒപ്പം IAS ഉന്നത തലത്തിലുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയും അഴിമതിയാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ആ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം അനിവാര്യമാണ്. ആ ഘട്ടത്തിലാണ് CBI അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുന്നത്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പരാമർശം, അതായത് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നത് ആശ്വാസകരമാണ്. അവരിലേക്ക് ഇതിൻ്റെ ക്രിമിനൽ ലൈബിലിറ്റി ആരോപിക്കപ്പെടേണ്ടതില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നു ഹൈക്കോടതി. എന്നിരുന്നാൽ പോലും സർക്കാർ നൽകിയിട്ടുള്ള അപ്പീലാണ് തള്ളിയിട്ടുള്ളത്, ഹർജിയാണ് തള്ളിയിട്ടുള്ളത്. അതായത് ക്രിമിനൽ CBI അന്വേഷണം ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ല, വിജിലൻസ് അന്വേഷണം തുടരുന്നുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നായിരുന്നു സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വാദം. ഒപ്പം തന്നെ CBI ഉപയോഗിച്ച് രാഷ്ട്രീയമായിട്ടുള്ള ആയുധമാക്കുകയാണ് CBI, രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ കേസ് തന്നെ ഉണ്ടായിട്ടുള്ളത് എന്നും വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ അനിൽ അക്കരെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്, കോൺഗ്രസ് MLA കൂടിയായ അനിൽ അക്കരെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ പരാതി നൽകുകയും ചെയ്തത്. ആ ഘട്ടത്തിലാണ് സർക്കാരും വിശേഷിച്ച് ലൈഫ് മിഷൻ CEO UV ജോസും അപ്പോൾ യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനും ഹൈക്കോടതിയെ സമീപിച്ച് CBI FIR റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടത്. അതിലാണ് ഇപ്പോൾ വിധി ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ വിധിയിന്മേൽ സർക്കാർ അപ്പീൽ പോകുമോ ഡിവിഷൻ ബെഞ്ചിൽ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട യൂണിടാക് ഉടമകളും യൂണിടാക്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അപ്പീൽ പോകാൻ തയ്യാറല്ല, അവർ അന്വേഷണത്തെ നേരിടും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി കൂടുതൽ അവരുടെ അഭിഭാഷകരുമായി കൂടുതൽ ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും അവർ കൂടുതൽ വരും നടപടികളിലേക്ക് തിരിയുക. എന്തായാലും സർക്കാർ ഈ കാര്യത്തിൽ അപ്പീൽ പോകുമോ എന്നത് ഇനി എന്തായാലും കണ്ടറിയേണ്ടതാണ്. കാരണം ഇത് പൂർണ്ണമായും ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു അഴിമതിയാണ് എന്ന സംശയവുമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നയപരമായ ഒരു തീരുമാനമെടുത്തതിൻ്റെ പേരിൽ മന്ത്രിസഭയെയോ മുഖ്യമന്ത്രിയെയോ കുറ്റം ആരോപിക്കപ്പെടുന്നത് ശരിയല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ സർക്കാരിനും ആ പരാമർശങ്ങൾ ആശ്വാസം നൽകുന്നതാണ്. ശരി, നന്ദി പ്രകാശ് വിവരങ്ങൾക്ക്. കേരളം കണ്ട ഗുരുതരമായ അഴിമതിയാണ് ലൈഫ് മിഷൻ അഴിമതിയെന്ന് KPC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അഴിമതി ആര് നടത്തിയാലും തുറന്നു കാണിക്കണം. വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. ഹൈക്കോടതി വിധി കേരളീയ പൊതുസമൂഹത്തിന്റെ ജയമാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. മുഖ്യമന്ത്രിയും ഗവൺമെന്റിനെയും രക്ഷിക്കാനും വെള്ളപൂശാനും വേണ്ടിയിട്ടാണ് ശ്രമം നടത്തിയത്. അതാരെക്കാളും നന്നായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത്, ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലെങ്കിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും നല്ല ഒരു രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ അന്വേഷിക്കട്ടെ, അതിൽ യാതൊരു അപാകവുമില്ല എന്ന് ആ സുപ്രധാനമായ വിധിയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ വിധിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു. അഴിമതി ആര് നടത്തിയാലും അഴിമതി തന്നെയാണ്. ആ അഴിമതി തുറന്നു കാട്ടപ്പെടണം. ഒരു സംശുദ്ധമായ പൊതുജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇതിനെല്ലാം തന്നെ സ്വാഗതം ചെയ്യുമെന്ന ഉത്തമ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ കുറ്റവാളികൾ ആരാണെന്ന കാര്യം കേരള പൊതുസമൂഹത്തിന് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഗവൺമെൻറ് മുഖം മൂടി നഷ്ടപ്പെടുകയും ചെയ്യും. കോടതി വിധി സന്തോഷകരമാണെന്ന് അനിൽ അക്കര MLA പറഞ്ഞു. ജനങ്ങൾക്ക് അനുകൂലമായ കോടതി വിധി. വീട് മുടക്കിയെന്ന പ്രചാരണം നടത്തിയവർക്കുള്ള മറുപടിയാണ് വിധിയെന്നും അക്കര പറഞ്ഞു.
ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ വീട് മുടക്കിയെന്നുള്ള ദുഷ്പ്രചരണം നടത്തിയ ആളുകൾക്കെതിരായുള്ള വലിയ മറുപടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. CPM എത്ര തരത്തിലുള്ള നുണപ്രചരണം നടത്തിയാലും അഴിമതിക്കെതിരായുള്ള പോരാട്ടത്തിൽ നിന്നും ഉരിഞ്ച് പിറകോട്ട് പോകില്ല. രാഷ്ട്രീയ നേതൃത്വത്തിലെയും പൊതുഭരണത്തിലെയും ഏത് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടാലും എൻ്റെ ലക്ഷ്യം എൻ്റെ മണ്ഡലത്തിൽ സാധാരണക്കാരന് നീതി ലഭിക്കുക എന്നുള്ളതാണ്. അഴിമതിക്കെതിരായുള്ള പോരാട്ടം ജീവനുള്ളിടത്തോളം കാലം അനിലക്കര തുടരും. അഴിമതിയിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്ന അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്ന് BJP നേതാവ് MT രമേശ് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് രാഷ്ട്രീയ നേതൃത്വം ചെയ്യിച്ചതാണോ അതോ ഉദ്യോഗസ്ഥർക്കാണോ പങ്ക് എന്നത് അന്വേഷണത്തിലൂടെ പുറത്തുവരുമെന്നും MT രമേശ് നേരത്തെ ഞങ്ങളോട് പ്രതികരിച്ചു. കോടതിയിൽ ഇപ്പോൾ CBI അന്വേഷണത്തിന് നിയമപരമായിട്ടുള്ള അധികാരമുണ്ടോ ഇല്ലയോ എന്നല്ലേ കോടതി പരിശോധിച്ചത്. ഈ അഴിമതിയിൽ ആർക്കൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഇതുവരെ പരിശോധിക്കപ്പെട്ടിട്ടില്ലല്ലോ. അത് അന്വേഷണത്തിലൂടെ വലിയ ബോധ്യപ്പെടുകയുള്ളൂ. ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് രാഷ്ട്രീയ നേതൃത്വം ചെയ്യിച്ചതാണോ അതോ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമാണ് ഇതിൽ റോൾ? ഇതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യമല്ല. അന്വേഷണം നടക്കുന്നതിന് മുമ്പേ എങ്ങനെയാണ് കൂടി കാര്യങ്ങൾ പറയാൻ സാധിക്കുക? മറ്റു വാർത്തകളിലേക്ക്. കോവിഡ് വാക്സിന്റെ ആദ്യ ലോഡ് നാളെ കേരളത്തിലെത്തും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ ആദ്യ വിമാനമെത്തും. വൈകുന്നേരം 6-ന് തിരുവനന്തപുരത്തും വാക്സിൻ എത്തും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാക്സിൻ എത്തിച്ചു തുടങ്ങി. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനും KP അഭിലാഷും ചേരുന്നു. ആദ്യം ഉമേഷിലേക്ക്. ഡൽഹിയിലടക്കം ഉള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കോവിഡ് വാക്സിൻ. നാളെ ഉച്ചയ്ക്കാണ് കേരളത്തിൽ വാക്സിൻ എത്തുക. ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. 13 കേന്ദ്രങ്ങളിലേക്കാണ് പൂനെയിലെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് വാക്സിനുകൾ എത്തുക. ഈ 13 കേന്ദ്രങ്ങളിൽ കേരളത്തിലേക്കടക്കം വരേണ്ടുന്ന കേന്ദ്രം ചെന്നൈയാണ്. ചെന്നൈയിലേക്ക് എത്തിയിട്ടുണ്ട്. നാളെ ഉച്ചയോടുകൂടി കേരളത്തിലെത്തും. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, കേരളത്തിൽ എവിടേക്കാണ് ആദ്യം എത്തുക? അതിൻ്റെ വിതരണം എങ്ങനെയായിരിക്കും? മറ്റു വിശദാംശങ്ങൾ. ചെന്നൈയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ആദ്യ വിമാനം എത്തുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആണ് ആദ്യ വിമാനം എത്തുക. ഇൻഡിഗോ എയർലൈൻസിന്റെ വിമാനത്തിൽ വാക്സിൻ കൊച്ചിയിലെത്തിക്കും. കൊച്ചിയിൽ 3 ലക്ഷം ഡോസാണ് കൊച്ചിയിലെത്തിക്കുക. കൊച്ചിയിൽ നിന്ന് കോഴിക്കോടേക്കും അതായത് മറ്റ് വടക്കോട്ടുള്ള ജില്ലകളിലേക്കുമുള്ള വാക്സിൻ കൊച്ചിയിൽ നിന്ന് കൊണ്ടുപോകും. തിരുവനന്തപുരത്ത് വൈകിട്ട് 6 മണിക്ക് ഇൻഡിഗോയുടെ വിമാനത്തിൽ തന്നെ തിരുവനന്തപുരത്ത് 1,35,500 വാക്സിനാണ് തിരുവനന്തപുരത്ത് എത്തുക. കൂടാതെ കൊച്ചിയിൽ 1,500 ഡോസ് മാഹിക്ക് നൽകും. എന്തായാലും നാളെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കൊച്ചിയിലെത്തും. അതിനുശേഷം കൊച്ചിയിലും തിരുവനന്തപുരത്ത് വിമാനത്തിൽ തന്നെയാണ് എത്തുന്നത്. നേരത്തെ അറിയിച്ചിരുന്ന പ്രകാരമാണെങ്കിൽ ചെന്നൈയിൽ നിന്ന് റോഡ് മാർഗം എത്തുമെന്നായിരുന്നു. കാരണം മുമ്പ് ാനുള്ള സിറിഞ്ചുകളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും എല്ലാം റോഡ് മാർഗമായിരുന്നു എത്തിച്ചിരുന്നത്. പക്ഷേ വാക്സിൻ ആയതുകൊണ്ടായിരിക്കും പക്ഷേ സാഹചര്യം മാറ്റി വിമാനത്തിൽ എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും ശേഷം മറ്റ് ജില്ലകളിലേക്ക് റോഡ് മാർഗം തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ജില്ലകളിലാണ് മേഖലാ സ്റ്റോറേജ് കേന്ദ്രങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1.5 ലക്ഷത്തോളം വാക്സിൻ കൊച്ചി മേഖലാ സ്റ്റോറേജ് കേന്ദ്രത്തിലേക്കും ബാക്കി 1.5 ലക്ഷത്തോളം വാക്സിൻ ഡോസ് വാക്സിൻ നേരെ കോഴിക്കോട് കൊണ്ടുപോകാനാണ് സാധ്യത. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. ചെന്നൈയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വാക്സിൻ ചെന്നൈയിൽ നിന്നാണ് കേരളത്തിലേക്ക് വരേണ്ടത്. നാളെ ഉച്ചയോടുകൂടി കേരളത്തിലെത്തും. 13 കേന്ദ്രങ്ങളിലേക്കാണ് രാജ്യവ്യാപകമായിട്ട് പൂനെയിൽ നിന്ന് വാക്സിൻ എത്തിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ നേരത്തെ തന്നെയും എത്തിയിരുന്നു. പൂനെയിൽ നിന്ന് ചെന്നൈയിലേക്കും എത്തിച്ചേർന്നു. നാളെ ഉച്ചയ്ക്ക് കേരളത്തിലെത്തും. വിവരങ്ങൾ നൽകിയത് ഉമേഷ് ബാലകൃഷ്ണൻ. മറ്റ് വാർത്തകളിലേക്ക്. KP അഭിലാഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡൽഹിയിലെ അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ. അഭിലാഷ്, വിശദാംശങ്ങൾ എന്താണ്? ഈ പറയുന്ന 13 കേന്ദ്രങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞോ? സനീഷ, 13 കേന്ദ്രങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞിട്ടില്ല. കാരണം ഈ എയർ ഡിസ്റ്റൻസിനെ കൂടി ഡിപ്പെൻഡ് ചെയ്താണ് അത്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ വളരെ പെട്ടെന്ന് എത്താവുന്ന വ്യോമ ദൂരമാണ് ഡൽഹിയിലേക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ഡൽഹിയിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്നു. അതുപോലെ രാജ്യത്തെ മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. ചെന്നൈ, കൊൽക്കത്ത, ഗുവാഹത്തി, ഷില്ലോങ്, അഹമ്മദാബാദ്, ഹൈദരാബാദ്, വിജയവാഡ, ഭുവനേശ്വർ, പാട്ന, ബാംഗ്ലൂർ, ലക്നൗ ആൻഡ് ചണ്ഡീഗഡ്. ഇത്രയും പ്രദേശങ്ങളിലേക്കാണ് ഈ ആദ്യഘട്ടത്തിൽ തന്നെ വിമാനങ്ങൾ പ്രധാനമായും പുറപ്പെട്ടത്. അത് എയർ ഇന്ത്യയുടെയും അതോടൊപ്പം തന്നെ ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് എന്നിങ്ങനെ 3 യാത്രാ സർവീസുകളുടെ വിമാനങ്ങളാണ് ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ എത്രത്തോളം വ്യോമമാർഗത്തെ പ്രയോജനപ്പെടുത്താവോ അത്രത്തോളം വ്യോമമാർഗത്തെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ സബ് ടെൻഡറുകളിൽ നിന്ന്, ഈ 13 കേന്ദ്രങ്ങളിൽ നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ വിതരണം നടക്കുന്നത്. ഡൽഹി
ഡൽഹിയിൽ ഇപ്പോൾ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഭരണ ഹബ്ബ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ഡൽഹി ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് അടക്കം പ്രധാനമായും റോഡ് മാർഗം തന്നെയാണ് ഗതാഗതം ഈ വാക്സിൻ്റെ വിതരണം നടത്തുക. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പ്രത്യേകിച്ച് ശീതീകരിച്ച വാഹനത്തിലടക്കം വിതരണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ശനിയാഴ്ച രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ വാക്സിനേഷൻ നടപടികൾ ആരംഭിക്കുക എന്നതാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ ദുർഘടമായ പ്രദേശങ്ങളാണ് ഏറ്റവും വെല്ലുവിളി നേരിടുന്നത്. അവിടെയെല്ലാം തന്നെ കശ്മീർ പോലെ ഹിമാചൽ പ്രദേശ് പോലെ വലിയ മഞ്ഞ് ഒക്കെ ഉള്ള പ്രദേശമാണ്. അവിടെയൊക്കെ ഇപ്പോൾ സൈന്യത്തിന്റെ വിന്യാസത്തോടു കൂടി വിതരണത്തിനുള്ള അടുത്ത ഘട്ട വിതരണത്തിനുള്ള നടപടികളും തുടരുകയാണ്. നന്ദി അഭിലാഷ് വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക്. അഴിമതി കേസുകളിൽ സഭയിൽ ഏറ്റുമുട്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പ്രതിപക്ഷ MLA-മാർക്കെതിരായ വിജിലൻസ് കേസുകൾ നിയമസഭയിൽ ഭരണപക്ഷം ഉന്നയിച്ചു. ബാർ കോഴക്കേസിൽ ഏത് അന്വേഷണം നേരിടാനും തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതിപക്ഷത്തിനെതിരായ സർക്കാരിന്റെ തന്ത്രങ്ങൾക്ക് സ്പീക്കറും കൂട്ടാളിയാകുന്നുവെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. അഴിമതിയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി പ്രതിപക്ഷവും ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പാഴ്വേലയാണ് സാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് അന്വേഷിക്കുമ്പോൾ അത് നിയമപരമാകണം. അത് സബ്ജുഡീസ് ആണ്. അത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറയുന്നു, ഇത് അടിസ്ഥാനപരഹിതമായ കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. സത്യവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. ഞാൻ ആരുടെ കയ്യിൽ നിന്നും കോഴ വാങ്ങിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. അവസാനിപ്പിക്കാം. ഈ വളരെ ബോധപൂർവമായി പ്രതിപക്ഷത്തെ അപമാനിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് ഇത്തരം പ്രസ്താവന. ഏത് അന്വേഷണം നടത്തിയാലും ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല എന്ന് പറയാൻ ഏത് അന്വേഷണം ഞാൻ അവസാനിപ്പിക്കാം. 5 വർഷക്കാലം നിങ്ങൾ എന്തെല്ലാം അന്വേഷിച്ചു? അങ്ങ് ഇതിന്റെ കൂട്ടാളിയായി. അങ്ങ് ചോദിച്ചോളൂ. അങ്ങ് ഗവർണർ പരിശോധിക്കുകയാണ്. പക്ഷെ അങ്ങ് അതിന് അനുമതിയും കൊടുത്തു. അതിന് ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. ഏത് അന്വേഷണം നടക്കട്ടെ. അഴിമതി കേസുകളിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച ഭരണപക്ഷം. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പ്രതിപക്ഷ MLA-മാർക്കെതിരായ വിജിലൻസ് കേസുകൾ നിയമസഭയിൽ ഭരണപക്ഷം ഉന്നയിച്ചു. ജനങ്ങളുടെ കൈകൊണ്ട് കരണത്തടി കൊണ്ടവരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ പരിഹസിച്ചു. ഉളുപ്പ് എന്ന് പറയുന്ന ഒന്നില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ചിരിക്കാൻ പറ്റുന്നത്. അത് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കൈകൊണ്ട് കരണത്തടി കൊണ്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു ഇറങ്ങിയിരുന്നത്? ഞങ്ങളൊക്കെ പിടിച്ചടക്കി കളയുന്ന മട്ടിലായിരുന്നില്ലേ പുറപ്പെട്ടത്? എന്തായി ഇപ്പോ വീണ്ടും തുടങ്ങി നോക്കുകയാണ്. ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചോദ്യം ചെയ്യരുത്. ജനങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവർ, അഴിമതി തൊട്ടു തീണ്ടാത്തവരെ കുറിച്ച് ഇതാ അഴിമതി 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 എന്ന് പറഞ്ഞാൽ ജനമത് അംഗീകരിക്കൂ? സർ, അതാണ് ഇവിടെ കാണുന്നത്. അത് മനസ്സിലാക്കണമെന്നേ പറയാനുള്ളൂ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണിക്കാൻ അതിലേക്ക്. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ വഞ്ചിച്ചുകൊണ്ട് ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയും നിയമിക്കുകയാണ്. ഞാൻ കിൻഫ്രയിൽ നടന്നിട്ടുള്ള ഗുരുതരമായ നിയമനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ മന്ത്രി ഉണ്ടായിട്ട് ഒരു മറുപടി പോലും പറഞ്ഞില്ല. പാർട്ടിക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ കുത്തി നിറച്ച് ഈ ഗവൺമെൻറ് അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ പാർട്ടി താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുകയാണ്. ഞാൻ പ്രശസ്ത സംവിധായകനായ കമൽ ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി എഴുതിയ ഒരു കത്ത് ഞാൻ നിയമസഭയുടെ മുമ്പാകെ പ്രദർശിപ്പിക്കുകയുണ്ടായി. ആ കത്തിൽ പറയുന്നത്, ഈ കത്താണിത്, ആ കത്താണ് എൻ്റെ കയ്യിലുള്ളത്. പ്രശസ്ത ഇടതുപക്ഷ അനുഭാവികളും ഇടതുപക്ഷ പുരോഗമന മൂല്യങ്ങളിൽ ഊന്നി സാംസ്കാരിക രംഗത്ത് നിലകൊള്ളുന്നതുമായ പ്രസ്തുത ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ സമുന്നതമായ സ്ഥാനമുള്ള ചലച്ചിത്ര അക്കാദമിയുടെ ഇടതുപക്ഷ സ്വഭാവം നിലനിർത്തുന്നതിന് സഹായകമാണ്. ചലച്ചിത്ര അക്കാദമി എന്താ AKG സെൻറ്ററിൻ്റെ പോഷക സംഘടനയാണ്.
ഒരു പ്രശസ്തനായ സംവിധായകനാണ് നിയമത്തെയും ചട്ടത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇടതുപക്ഷക്കാരെ സ്ഥിരപ്പെടുത്തുന്നത്. 4 വർഷമായിട്ടുള്ളൂ എന്ന് കത്തെഴുതുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ കത്തെഴുതാനുള്ള കാരണം ഇങ്ങനെ എഴുതിയാലേ ജോലി സ്ഥിരപ്പെടുത്തുന്നു. കെൽട്രോണിലും യൂണിവേഴ്സിറ്റികളിലും കിലയിലും നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇതുപോലെ ആളുകളെ ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ച് സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ PSC റാങ്കിൽ പേര് വന്ന ചെറുപ്പക്കാരെ വഞ്ചിക്കുന്ന, തൊഴിൽരഹിതരായ ചെറുപ്പക്കാരെ വഞ്ചിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ നടപടിക്കെതിരായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്തത്. അത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ഗവൺമെൻറ്റിൻ്റെ ഈ സമീപനം. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ, തൊഴിലിന് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരോടുള്ള വഞ്ചനാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ വാക്കൗട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. വടക്കാഞ്ചേരി ലൈഫുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് കൊടുത്ത ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ഹർജി തള്ളിയതോടുകൂടി ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ അഴിമതി CBI അന്വേഷിക്കണം എന്നുള്ള വാദം ശരിയാണെന്ന് കോടതി സമർത്ഥിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ 20 കോടി രൂപയുടെ ഒരു പദ്ധതിക്ക് 9.5 കോടി രൂപ കമ്മീഷൻ വാങ്ങിയ ആദ്യത്തെ സംഭവമാണ്. ഈ നാട്ടിൽ നടക്കുന്ന മുഴുവൻ അഴിമതികളുടെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഈ ഹൈക്കോടതി വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് CBI അന്വേഷണത്തിന് CBI എത്രയും പെട്ടെന്ന് അന്വേഷണവുമായി മുന്നോട്ട് പോകണം. ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം. ഈ കൊള്ളക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഇന്ന് വിജിലൻസ് അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് ഈ ഫയലുകൾ CBIക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. CBI അന്വേഷണം തടസ്സപ്പെടുത്താനാണ്. ഇനി CBI അന്വേഷണത്തിന് ഒരു പ്രസക്തിയുമില്ല. ഈ ഫയലുകൾ CBIക്ക് കൈമാറുകയാണ് വേണ്ടത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു ഗവൺമെൻറ്റാണിത് എന്ന് മുഖ്യമന്ത്രിയുടെ നിലപാട് അങ്ങേയറ്റത്തെ ധിക്കാരപരമായിട്ടുള്ള ഒന്നായിരുന്നു. അഴിമതിയും കൊള്ളയും നടത്തുന്ന ഒരു ഗവൺമെൻറ്റിനെ വെള്ളപൂശാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരിയ ഒരു മുന്നേറ്റം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് നാട്ടിൽ നടന്ന എല്ലാ അഴിമതികളും ഇതോടൊപ്പം ഒലിച്ചുപോയി എന്നുള്ള പ്രചരണമാണ് മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തുന്നത്. അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അത് കോടതി തന്നെ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതാണ് വടക്കാഞ്ചേരിയിലെ ലൈഫുമായി ബന്ധപ്പെട്ട അന്വേഷണം CBI തുടരട്ടെ എന്ന് ഹൈക്കോടതി തീരുമാനിച്ചത്. അതുകൊണ്ട് വിജിലൻസ് അന്വേഷണം റദ്ദാക്കി CBI അന്വേഷണത്തിനുള്ള നടപടികൾ ഗവൺമെൻറ് കൈക്കൊള്ളണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വലിയ അഴിമതിയാണ് ഇത്തരം കാര്യങ്ങളിൽ നടക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. മദ്യത്തേക്കാൾ ഉപ്പിന് നികുതി പിരിച്ച നാട്. അമ്പരപ്പിക്കുന്ന കണക്കുകൾ കൊച്ചിയിലെ ആദ്യ ബജറ്റിൽ. 1925 ജൂൺ 27 ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് K. കൃഷ്ണപിഷാരടി. സമ്മേളനം എറണാകുളം ടൗൺ ഹാളിൽ. ഉപ്പിൽ നിന്ന് നികുതി 6,84,239 രൂപ. സ്റ്റാമ്പ് ഡ്യൂട്ടി 6,28,945 രൂപ. മദ്യവരുമാനം 5,49,955 രൂപ. പുകയിലയിൽ നിന്ന് 2,41,589 രൂപ. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം NCP നേതാവ് TP പീതാംബരൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുകയാണ്. നിലവിലെ 4 സീറ്റ് തന്നെ വേണമെന്ന നിലപാടിൽ ഉറച്ചാണ് NCP കാര്യങ്ങൾ വ്യക്തമാക്കിയത്, ചർച്ചയിൽ പങ്കെടുത്തത് എന്ന് TP പീതാംബരൻ പറഞ്ഞു. ഇല്ല, പരസ്യാഭിപ്രായം ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ ചാനലുകാരൊക്കെ കൂടി സഹായിക്കുമെങ്കിൽ അതൊക്കെ അവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് അവർ പറയുന്നു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിലപാട് നമ്മൾ ഇതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ അഭിപ്രായം.
അങ്ങനെ വൈകിപ്പോയെന്ന് തോന്നിയിട്ടൊന്നുമില്ല. കാരണം CM പറയുന്നതിന് ശരിയായ കാര്യമല്ലേ. കാരണം അദ്ദേഹം മാത്രമായിട്ട് തീരുമാനിക്കുന്ന അദ്ദേഹം ഞങ്ങളും കൂടി മാത്രമേ തീരുമാനിക്കാവുന്ന ഒരു കാര്യമല്ലല്ലേ. ഒരു ബൈലാറ്ററൽ സംസാരം കൊണ്ട് തീർക്കാൻ ഒക്കില്ലല്ലോ. CPM നേതൃത്വം അങ്ങനെ പറഞ്ഞായിട്ട് ഞാനിതുവരെ മനസ്സിലാക്കിയിട്ടില്ല. മുഖ്യമന്ത്രിയും അങ്ങനെ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞിടത്തോളം വേഗം മീറ്റിംഗ് വിളിക്കാമെന്ന് CM പറഞ്ഞിട്ടുണ്ട്. അടുത്ത് തന്നെ നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. CM ഞങ്ങൾ സംസാരിക്കണം. LDF ആണ് ഇങ്ങനെ അല്ലെന്ന് പറയുന്നതിനാ CM ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം പറഞ്ഞത്. ബയലാറ്ററൽ ഡിസ്കഷൻ ഇന്ന് തീർന്നില്ല. അദ്ദേഹം പറഞ്ഞ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇരിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ കഴിയുന്നിടത്തോളം വേഗം ഇരിക്കാമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ CPM നേതൃത്വമോ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ മന്ത്രി AK ശശീന്ദ്രൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ട സമയമല്ല എന്നുള്ള കാര്യം. അങ്ങനെ ഞാനിതുവരെ മുഖ്യമന്ത്രി ശശീന്ദ്രൻ അങ്ങനെ പറഞ്ഞതായിട്ട് അല്ല ഇത് കേട്ടോളൂ. അങ്ങനെ പറഞ്ഞായിട്ട് ഇതുവരെ എൻ്റെ ശ്രദ്ധയിലില്ല. ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ കണ്ടത്. കഴിയും വേഗം വീണ്ടും ഈ കാര്യത്തിൽ തീരുമാനം ഇനി വൈകാതെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 സീറ്റിനെ സംബന്ധിച്ചും ഉടൻ തന്നെ തീരുമാനം വേണമെന്നാണോ? ഉടൻ തന്നെ തീരുമാനം ഞങ്ങളുടെ അഭിപ്രായവും തീരുമാനവും അത് തന്നെയാണ്. 4 സീറ്റും NCP തന്നെ മത്സരിക്കും. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനം വേണമെന്നാണ്. അതെ, ഉടൻ തന്നെ തീരുമാനം എടുക്കണം തന്നെയാണ്. വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. എന്തിനാ വിട്ടുവീഴ്ച ചെയ്യണേ? അല്ല, ഈ മാറ്റി 4 സീറ്റ് ഓക്കെ, പക്ഷേ ഏതെങ്കിലും സീറ്റിൽ അങ്ങോട്ട് മാറ്റി പാല മാറ്റാം, അല്ലെങ്കിൽ എലത്തൂർ മാറ്റാം, കുട്ടനാട് മാറാം, അങ്ങനെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? ഇതുവരെ ആലോചിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പ്രൊപ്പോസൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഞങ്ങൾ ഇതിനെ അങ്ങനെ ആലോചിക്കുക. ഒരു നിർദ്ദേശം ഇല്ലാത്തതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട്. പാലായുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് 4 സീറ്റിന്റെ കാര്യത്തിലും വിട്ടുവീഴ്ച പ്രശ്നമില്ല. എന്തിനാ NCP മുന്നണി വിടുന്ന? NCPയുടെ മുൻഗാമികളായ കോൺഗ്രസ് ആണ് ഈ LDF ഉണ്ടാക്കുന്നതിന് മുൻകൈ എടുത്തത്. അതിന് അന്ന് മുതൽ ഇന്ന് വരെ അതിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് NCP. മറ്റ് പല പാർട്ടികളും പോവുകയും വരികയും ചെയ്തെങ്കിലും ഞങ്ങൾ അതിൻ്റെ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങളിങ്ങനെ വേറെ ആലോചിക്കണമെന്തിനാ? അല്ല, ഇപ്പോൾ പാർട്ടിയുടെ അകത്ത് ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നു വന്നിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളുള്ളതുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തകന്മാർ അവർ ആവശ്യപ്പെട്ട് അവർ SS ചെയ്യാൻ വേണ്ടി അവർ വരുന്നു. ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല, വിളിച്ചാൽ വരും. പക്ഷെ 4 സീറ്റ് എന്ന് പറയുമ്പോൾ പോലും ഈ പ്രശ്നമുള്ളത് NCP വിജയിച്ചെടുത്ത അട്ടിമറിച്ചെടുത്ത ഈ പറയുന്ന പാലാ സീറ്റിന്റെ കാര്യത്തിലാണ്. അപ്പോൾ പാലാ സീറ്റിലെങ്കിലും എന്തെങ്കിലും ഉറപ്പ് മുഖ്യമന്ത്രി തരാൻ തയ്യാറാവുന്നുണ്ട്. കാരണം ഇത് കുറേ ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു ചർച്ച നടക്കുകയാണ്. അല്ല, പാലാ സീറ്റിലെങ്കിലും എന്ന് പറയുന്നതല്ലല്ലോ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് പാലാ സീറ്റല്ല, 4 സീറ്റ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. 4 സീറ്റും ജയിക്കണം, 4 സീറ്റും ഞങ്ങൾക്ക് മത്സരിക്കണം. അതാ പ്രശ്നം. ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അതാത് പാർട്ടികൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റുകൾ അതാത് പാർട്ടികൾക്കുള്ളതാണ് എന്നാണ് ഇതുവരെ നമ്മൾ സ്വീകരിച്ച നയം. ഇടതുപക്ഷ മുന്നണി അങ്ങനെയാണ് പൊതു നയം. അതാണ് സിറ്റിംഗ് സീറ്റുകൾ അതാത് പാർട്ടികൾക്ക് എന്നുള്ളതാണ്. ആ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് ഈ 4 അല്ല, അത് സിറ്റിംഗ് സീറ്റുകൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. സിറ്റിംഗ് സീറ്റുകളല്ല കൊടുക്കുക. വരുന്നവർക്ക് അവർ മറ്റ് ഘടകകക്ഷികൾ തോറ്റ സീറ്റുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യണത്. അല്ല, ജയിച്ചിരിക്കുന്ന സീറ്റ് ആർക്കും കൊടുത്തിട്ടൊരു മുന്നണി ഉണ്ടാക്കേണ്ട കാര്യം ആരെങ്കിലും സ്വീകരിച്ചെന്ന് വരുമോ? CPM ഒക്കെ ജയിച്ച സീറ്റ് വിട്ടു കൊടുത്തിട്ട് പുതിയ ആളുകൾ എടുക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടാവില്ലല്ലോ. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. വിട്ടുവീഴ്ചയുടെ കാര്യം ആരും ഇതുവരെ ആലോചിച്ചിട്ടില്ല, നിർദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പ്രതികരിച്ചിട്ടില്ല. സ്കോപ്പ് ഉണ്ടോ ഇല്ലെന്ന് ഞാനിപ്പോൾ പറയേണ്ട കാര്യമില്ല. ആരെങ്കിലും ആവശ്യപ്പെട്ടാലേ അതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇതുവരെ ആലോചിച്ചിട്ടില്ല. പക്ഷേ ഈ പാലായെ സംബന്ധിച്ച് കേരള കോൺഗ്രസിന്റെ വൈകാരികമായ മണ്ഡലമാണ്. അപ്പോൾ ഒരു വളരെ വോട്ട് ബാങ്ക് ഉള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അപ്പോൾ കേരള കോൺഗ്രസ് വരുമ്പം ചെറിയ വിട്ടുവീഴ്ചകൾ മുന്നണിയെ ശക്തിപ്പെടുത്താൻ NCP നടത്തണ്ടേ? അല്ല, അങ്ങനെ വലിയ വോട്ട് ബാങ്കുള്ള ഒരു പാർട്ടിയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് വന്നല്ലോ. എവിടെയൊക്കെയാണ് വലിയ മുന്നേറ്റം ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് ക്ഷേമ പ്രവർത്തനങ്ങളുടെ പരമായിട്ടുണ്ടായ ആക്കം, അത് അവർക്കും അതിൻ്റെ പ്രയോജനം ഉണ്ടായെന്നുള്ളതല്ലാതെ അവർ വന്നുകൊണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മാഷ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ ഒരു പ്രസ്താവന ആവർത്തിക്കുന്നു. കേരള കോൺഗ്രസ് വന്നാൽ നേട്ടം ഉണ്ടായില്ല. ഒരു മുന്നണിയിൽ നിൽക്കുമ്പോഴും ഈ കേരള കോൺഗ്രസിൽ എന്തുകൊണ്ടാണ് NCP അംഗീകരിക്കാത്തത്? അംഗീകരിക്കുന്നില്ല, അംഗീകരിക്കുന്നുണ്ട്. അവർ വന്ന് അവരുടേതായ തട്ടങ്ങളിലായ അവർക്ക് അതിനുള്ള സ്ഥലത്ത് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യത്തിനും പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ള നേട്ടം അവരുടെ വഴി ഉണ്ടായതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ
ഈ കഴിഞ്ഞ 4.5 കൊല്ലമായിട്ട് എടുക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളുടെയും അംഗീകാരം ജനങ്ങൾ കൊടുത്തതാണ് ഈ തെരഞ്ഞെടുപ്പിന് വിജയം. രാജ്യസഭ സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണ്? രാജ്യസഭയുടെ ആവശ്യം ഇതില്ലല്ലേ, അസംബ്ലിയുടെ കാര്യമല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞേ. പ്രധാനഘട്ടം ആരെങ്കിലും ഏതെങ്കിലും നിയോജകം ആർക്കും തീരെ എഴുതി കൊടുത്തിട്ടില്ലല്ലോ. ജയിക്കുന്ന ആളുകളുടെ തൽക്കാലം അവർ ജയിക്കുന്ന ആളുകളുടെയാണ് അസംബ്ലി സീറ്റ്. ഞാൻ 2-3 ജയിച്ച ആളാണല്ലോ ഒരു പള്ളുരുത്തി നിയോജകത്തിൽ. എനിക്ക് ഞാൻ വേറെ എത്ര ആൾ വന്നിട്ടുണ്ട്? എൻ്റെ അവകാശപ്പെട്ടാണോ പള്ളുരുത്തി എന്ന് പറയുന്നത്? അല്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ MLA അവിടുത്തെ സ്വരാജാണ്. അപ്പോൾ അയാളുടെ നിയമമണ്ഡലമാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. പോളിറ്റിക്സ് അങ്ങനെയാണ്. അല്ലാതെ ഇതാരും ഒരു സീറ്റ് സ്ഥിരമായിട്ട് ആർക്കും ഒരു സീറ്റും നാട്ടിലില്ല. ജനങ്ങൾ കൊടുക്കുന്ന സീറ്റാണുള്ളത്. അല്ല, അത് വിജയം എടുക്കുന്ന ഒരു ഇക്കാര്യത്തിൽ സംസാരിക്കാൻ വെച്ച നിലയ്ക്ക് അത് മനസ്സിലാക്കിയിട്ടല്ലേ ഒരു തീരുമാനത്തിലെടുക്കാൻ പറ്റുള്ളൂ. ചർച്ചയുടെ ഇടയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ട് പിന്നെ ചർച്ചയ്ക്ക് പോകാൻ പറ്റുമോ? പറഞ്ഞിരുന്നു മാണി സി കാപ്പൻ വന്നാൽ പാലായി മാണി സി കാപ്പൻ UDF-ന്റെ സ്ഥാനാർത്ഥിയാണെന്ന്. അപ്പോൾ UDF ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ അത്തരത്തിലുള്ള ആലോചനയുണ്ടോ? PJ ജോസഫ് പറയുന്നതിനൊക്കെ നമ്മൾ മറുപടി പറയാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ? അത് അവരുടെ അഭിപ്രായം, അവർ പറഞ്ഞോട്ടെ. ഞങ്ങളെ അത് ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഈ പാർട്ടിയിൽ ഒരു 2 അഭിപ്രായം വന്ന ഒരു സാഹചര്യത്തിൽ ഈ കേന്ദ്ര നേതാക്കൾ ഉടൻ തന്നെ വന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ള കാര്യങ്ങൾ ഈ 4 സീറ്റുകൾ മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടി 2 അഭിപ്രായം ഇല്ല. മുന്നണി മാറ്റത്തെ എല്ലാവരും ഒരേ അഭിപ്രായക്കാരാണ്. മുന്നണി മാറ്റത്തെ പറ്റി പാർട്ടി ഇതുവരെ ആലോചിച്ചിട്ടില്ല, ആലോചിക്കുന്നുമില്ല. പിന്നെന്താ പ്രശ്നം? ഇവിടുത്തെ പാർട്ടിയുടെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സംസ്ഥാന അഖില നായകന്മാർ ഇടയ്ക്കിടയ്ക്ക് ചില സമ്മേളനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഇവിടെ അവർ സംഘടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടുണ്ട്, പ്രത്യേകിച്ച് കോവിഡിൻ്റെ ഫലമായി. അപ്പോൾ അടുത്ത സമ്മേളനത്തിൽ അവരുണ്ടാവും. ഓക്കെ. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം NCP നേതാവ് TP പീതാംബരൻ മാസ്റ്റർ സംസാരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയോട് പാലാ അടക്കം 4 സീറ്റുകൾ തന്നെ വേണം എന്ന അഭിപ്രായമാണ് അദ്ദേഹം ഉറച്ചതെന്ന് പ്രകടിപ്പിച്ചത്. ഇക്കാര്യത്തിലൊന്നും മുന്നണി മാറ്റം എന്ന സംഗതിയെ ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ആലോചിക്കേണ്ടുന്ന ഒരു സാഹചര്യവുമില്ല. ഏതെങ്കിലും തരത്തിൽ സീറ്റുകൾ ലഭിക്കാത്ത സാഹചര്യമുണ്ടോ എന്നാരും പറഞ്ഞിട്ടില്ല. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് മുഖ്യമന്ത്രി TP പീതാംബരൻ മാസ്റ്ററോട് പറഞ്ഞത് എന്നതാണ് അറിയുന്നത്. എന്തെങ്കിലും പ്രത്യേകമായിട്ട് സംഭവിക്കുന്നു എന്ന സൂചനയെ പുറത്തേക്ക് ഇപ്പോൾ പറയേണ്ടതില്ല എന്ന ധാരണക്ക് പുറത്താണ് TP ശ്രീധരൻ, മുഖ്യമന്ത്രിയുമായുള്ള ധാരണക്കല്ല, പാർട്ടിക്കകത്ത് തന്നെയുള്ള ധാരണക്ക് പുറത്താണ് TP പീതാംബരൻ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തെങ്കിലും വിധത്തിൽ മുന്നണി മാറ്റം എന്ന കാര്യമേ ആലോചിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം അദ്ദേഹം പറയുന്നു, അതായത് ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വന്നതിന് ശേഷം അതുകൊണ്ടാണ് വലിയ നേട്ടമുണ്ടായത് എന്നത് തെറ്റാണ്. പൊതുവിൽ ഉണ്ടായ നേട്ടങ്ങളുടെ ഒരു പങ്ക് അവർക്ക് കൂടെ കിട്ടിയിട്ടുണ്ട്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ വന്നതുകൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ ഈ വിജയത്തിൻ്റെ ആകപ്പാടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ അർഹത കേരള കോൺഗ്രസിനാണ്, മാണി ഗ്രൂപ്പിനാണ് എന്ന് തെറ്റാണ് എന്നും പീതാംബരൻ മാസ്റ്റർ പറയുന്നു. എന്തായാലും പാർട്ടി പിളർപ്പിലേക്ക് പോവുകയാണ്. ഇത് സംബന്ധിച്ച് ഈ എങ്ങനെയെങ്കിലും ഒരു സംവാദത്തിലെത്താൻ മുഖ്യമന്ത്രി 2 പേരെയും, മാണി സി കാപ്പനെയും ശശീന്ദ്രനെയും നേരത്തെ കണ്ട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ TP പീതാംബരൻ മാസ്റ്ററെയും കണ്ട് സംസാരിച്ചു. പക്ഷേ അക്കാര്യത്തിൽ എന്തെങ്കിലും കൃത്യമായുള്ള അന്തിമമായുള്ള ഒരു നിലപാടിലേക്ക് തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. 4 സീറ്റ് എന്ന പാലയടക്കം 4 സീറ്റ് എന്ന കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാനാവില്ല എന്ന് TP പീതാംബരൻ മാസ്റ്റർ അടക്കമുള്ള NCP നേതൃത്വം ഉറച്ച നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. മറ്റ് വാർത്തകളിലേക്ക്. ലൈഫ് മെഷീനിലെ CBI അന്വേഷണത്തിനെതിരെ സർക്കാർ അപ്പീൽ നൽകും. സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, നിശ്ചയമായിട്ടും അത് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. കാരണം സർക്കാരിന് എതിരായിട്ടാണ്, സർക്കാരിൻ്റെ നിലപാടിനെതിരായിട്ടാണ് ഉത്തരവ് വന്നിരുന്നത്. എന്താണ് ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ? മുഖ്യമന്ത്രി പിണറായി വിജയനും തദ്ദേശ മന്ത്രി AC മൊയ്തീനും ചർച്ചയിലാണ് അത്തരമൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ലൈഫിൽ സർക്കാരിൻ്റെ തിരിച്ചടിയെ തന്നെ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. നേരത്തെ സിംഗിൾ ബെഞ്ച് CBI അന്വേഷണം സ്റ്റേ ചെയ്തപ്പോൾ അത് സർക്കാരിന് വലിയൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാരിനെ നേരിട്ട് വിമർശിക്കുന്നില്ല, ഉദ്യോഗസ്ഥരെയാണ് വിമർശിക്കുന്നതെങ്കിൽ കൂടിയും ലൈഫ് പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായത് മാറും. നേരത്തെ തന്നെ അന്വേഷണം ആരംഭിക്കുമ്പോൾ തന്നെ CBI പ്രധാനപ്പെട്ട ഫയലെല്ലാം വിളിച്ചു വരുത്തുകയും ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും ഫയലുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ആ നടപടി വീണ്ടും ഉണ്ടായാൽ അത് ലൈഫ് പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളെ ബാധിക്കും. നിരവധി പേർക്ക് വീട് നൽകാനുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ പോലും ദോഷകരമായി ബാധിക്കുന്ന ഈ പദ്ധതി തടസ്സപ്പെടാൻ പാടില്ല എന്നൊരു തീരുമാനം സർക്കാരുണ്ട്. അതിന്റെ ഭാഗമായാണ് സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. ശരി, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നാണ്
സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാട് ലൈഫ് മിഷൻ ഉത്തരവുമായി ബന്ധപ്പെട്ട് പി ബി അരുണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഓൺലൈൻ വായ്പാ ആപ്പുകളുടെ തട്ടിപ്പ് തടയാൻ ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുമെന്ന് സർക്കാർ. ഇത്തരം കമ്പനികൾ പ്രവർത്തിക്കുന്നത് നിയമപ്രകാരമല്ല എന്ന് മന്ത്രി ഇ പി ജയരാജൻ സഭയിൽ പറഞ്ഞു. തട്ടിപ്പ് നിരീക്ഷിക്കാൻ സൈബർ ഡോമിന് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചു. ടി ജി സജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സജിത്ത്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ, സംസ്ഥാനം നേരിടുന്ന ഒരു പുതിയ പ്രതിസന്ധിയാണ് ഇന്ന് സഭയുടെ ചർച്ചയ്ക്ക് വന്നത്. അതായത് ഓൺലൈൻ വായ്പ തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നു. നിരവധി കേസുകൾ, നിരവധി പരാതികൾ ഉയരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത് കെ എസ് സബ്രിനാഥൻ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകിയ ഇ പി ജയരാജൻ പറഞ്ഞത് ആവശ്യമെങ്കിൽ ഇക്കാര്യം സർക്കാർ നിയമനിർമ്മാണം നടത്തും. കാരണം ഇക്കാര്യം വിശദമായി പരിശോധിച്ചു വരികയാണ്. സംസ്ഥാനത്തല്ല ഈ കമ്പനികൾ, തട്ടിപ്പ് കമ്പനികൾ പ്രവർത്തിക്കുന്നത്, സംസ്ഥാനത്തിന് പുറത്താണ് പ്രവർത്തിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ സർക്കാരിന് ലഭിക്കുന്നത്. 61 പരാതികൾ ഇതിനകം തന്നെ കിട്ടി. ഇതിൽ 9 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 എണ്ണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. എന്തായാലും വിശദമായി തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ അന്വേഷണം നടത്തുന്നു. സൈബർ ഡോമിന് പ്രത്യേക നിർദ്ദേശം ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ പുതിയ നിയമനിർമ്മാണം അതാണ് സർക്കാർ ആലോചിക്കുന്നതെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ശരി, നന്ദി സജിത്ത് വിവരങ്ങൾക്ക്. വായ്പയെടുത്തത് 10,000 രൂപ, തിരിച്ചടച്ചത് 1,40,000 രൂപ. എന്നിട്ടും അവസാനിക്കാത്ത മാനസിക പീഡനവും അധിക്ഷേപ പ്രചാരണവും. ഓൺലൈൻ ആപ്പ് വായ്പാ കെണിയിൽപ്പെട്ട ക്യാൻസർ രോഗിയായ വീട്ടമ്മ വായ്പാ സംഘങ്ങൾക്കെതിരെ പോലീസിൽ പരാതി നൽകി. മലപ്പുറം എടവണ്ണ സ്വദേശിയായ സുബിത രാജനാണ് ഓൺലൈൻ വായ്പാ തട്ടിപ്പിൽ കുടുങ്ങി ദുരിതത്തിലായത്. കോവിഡ് കാലത്ത് ക്യാൻസർ ചികിത്സയും നിത്യചെലവും വഴിമുട്ടിയ സാഹചര്യത്തിലാണ് സുബിതരാജൻ 4 ആപ്പുകൾ വഴി പണം വായ്പയെടുത്തത്. 4,000 രൂപ വായ്പയെടുത്താൽ കിട്ടുക 2,800 രൂപ. 7 ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം. തിരിച്ചടവ് മുടങ്ങിയതോടെ ഭീഷണിയായി, അധിക്ഷേപ പ്രചാരണങ്ങളായി. പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി വീണ്ടും വായ്പയെടുക്കേണ്ട സ്ഥിതിയായി. ചികിത്സയ്ക്ക് നീക്കിവെച്ച പണവും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ സഹായിച്ചതുമെല്ലാം ചേർത്ത് തിരിച്ചു നൽകേണ്ടി വന്നു. 4,000 രൂപ എടുത്തതിന് 2,800 മാത്രമേ നമുക്ക് ക്രെഡിറ്റ് ആവുന്നുള്ളൂ. 10,000 രൂപയായിരുന്നു എനിക്ക് അത്യാവശ്യം. അങ്ങനെ 4 ആപ്പുകളിൽ നിന്നാണ് ഞാൻ ഈ 10,000 രൂപ എടുത്തിട്ടുള്ളത്. ഒരാഴ്ച 7 ദിവസമൊക്കെയാണ് അതിൻ്റെ കാലാവധി ഉള്ളത്. അങ്ങനെ 7-ാം ദിവസം അത് ചെയ്തിട്ടില്ലെങ്കിൽ, തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ അവരെ ഹറാസ് ചെയ്യും. നല്ലതുപോലെ ഹറാസ് ചെയ്യും. വിളിച്ചിട്ടും നമ്മുടെ കോണ്ടാക്റ്റ് ഹാക്ക് ചെയ്തിട്ട് കോണ്ടാക്റ്റിലുള്ളവർക്കൊക്കെ മെസ്സേജ് ചെയ്തിട്ടും അവർക്ക് നമ്മുടെ ആധാറും പാൻ കാർഡും നമ്മുടെ സെൽഫി ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ച് അങ്ങനെയൊക്കെ ഹറാസ് ചെയ്യും. മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് വഴി കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർക്കെല്ലാം വായ്പാ സംഘങ്ങൾ അധിക്ഷേപ സന്ദേശങ്ങൾ അയച്ചു തുടങ്ങി. ഫോൺ വഴിയുള്ള ഭീഷണികൾ വേറെ. വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ വരെ മാറ്റേണ്ടി വന്നു. പോലീസിൽ പരാതിപ്പെട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ല. സൈബർ സെല്ലിലൊക്കെ കംപ്ലൈൻറ്റ് ചെയ്ത് ഹറാസ്മെൻ്റ് കുറഞ്ഞു. പിന്നെ 2 ആഴ്ചത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയും അതേപോലെ ഹറാസ്മെൻറ്റ് തുടങ്ങി. ഇപ്പോൾ ഫോൺ നമ്പറെല്ലാം മാറ്റി. എന്നിട്ടാണ് ഒരു സമാധാനമായത്. അന്ന് ഉപയോഗിച്ചിരുന്ന വാട്സപ്പ് നമ്പറൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഒരു സമാധാനം ഉണ്ടായത്. ഇപ്പോൾ തുറന്നു പറയുന്നത് മറ്റുള്ളവരെങ്കിലും ഇതുപോലെ ചതിയിൽപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ചുറ്റും ഇനി ആരെങ്കിലും അങ്ങനെ അനുഭവിച്ചിട്ട് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അവരെയും പുറത്ത് വരണം. ആരായാലും പുറത്ത് വന്ന് സംസാരിക്കണം. ഇതൊരു തട്ടിപ്പാണെന്നുള്ള എല്ലാവർക്കും അറിഞ്ഞു കാണുമല്ലോ. അതുകൊണ്ട് അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പുറത്ത് വരണം. പിന്നെ എൻ്റെ നമ്പറിൽ ഉള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിതിനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതൊരു തട്ടിപ്പായിരുന്നു എന്നുള്ളത് എല്ലാവരും അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് എനിക്കുള്ളത്. നട്ടലിനും ശ്വാസകോശത്തിനും ബാധിച്ച ക്യാൻസറിനെതിരെ പോരാടുകയാണ് ഈ യുവതി. പെയിന്റിംഗ് ജോലി ചെയ്യുന്ന ഭർത്താവ് പ്രജീഷിന്റെ വരുമാനമാണ് ഏക ആശ്രയം. രോഗം നൽകുന്ന ശാരീരിക വേദനകളെക്കാൾ കഠിനമാണ് ഓൺലൈൻ വായ്പാ തട്ടിപ്പ് സംഘങ്ങൾ നൽകിയ മാനസിക സമ്മർദ്ദവും അപമാനവുമെന്ന് പറഞ്ഞു നിർത്തുന്നു സുബിത. ന്യൂസ് 18 മലപ്പുറം. അനിൽ അക്കര നിയമസഭയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പറഞ്ഞതുപോലെ വിജിലൻസ് അന്വേഷണത്തിന് ഒരു പ്രസക്തിയുമില്ല എന്നുള്ളത് ഈ വിധിയോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. സ്വാഭാവികമായും ഇതിനകത്ത് അഴിമതി അന്വേഷിക്കണം എന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അത് കോടതി എന്ന് പറഞ്ഞു. ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞു. സ്വാഭാവികമായും ആ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിന്റെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇടക്കാല വിധിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, ഇടക്കാല വിധിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിന് കിക്ക് ബാക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ടോ, ഉദ്യോഗസ്ഥ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ടോ. അങ്ങനെ ലഭിച്ചുവെങ്കിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നിലനിൽക്കുമെന്ന് ഇടക്കാല വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഇടക്കാല വിധിയുടെ കണ്ടിന്യൂറ്റി ആയുള്ള ഒരു വിധിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 വിധിയും കൂടി കൂട്ടിച്ചേർത്ത് വായിച്ചാൽ CBIയുടെ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ അഴിമതി കൂടി അന്വേഷിക്കുന്ന ഘട്ടത്തിൽ മന്ത്രിമാരുടെ പങ്ക് ഇതിനകത്ത് വരും. കൃത്യമാണ്.
വടക്കാഞ്ചേരിയിൽ ഈ പദ്ധതി എങ്ങനെയാണ് വന്നത് എന്നതിനെക്കുറിച്ച് നോക്കിയാൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരുടെ പങ്ക് അതിനകത്ത് കടന്നു വരും. നിലവിൽ ഒരേ ദിവസമാണ് 2019 പിന്നെ ജൂലൈ ഡേറ്റ് ഒന്ന് നോക്കണം, ആ ജൂലൈ 11 തോന്നുന്നു. ആ ഒരേ ഡേറ്റിലാണ് 2 ഉത്തരവുകൾ ഇറങ്ങുന്നത്. ഒന്ന് റക്കസിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി അവിടെ പണം വാങ്ങാനും അന്ന് തന്നെയാണ് അവിടെ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബഡ്ജറ്റ് വിഹിതം ഉപയോഗിച്ചുകൊണ്ട് അവിടെ കെട്ടിടം പണിയാൻ തീരുമാനിച്ചതും ഒരേ ദിവസമാണ്. ആ ഒരേ ദിവസം ഒരേ പദ്ധതിക്ക് 2 ഭാഗത്തായി തുക അനുവദിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ നടക്കുന്ന പോലെ MP ഫണ്ടും അല്ലെങ്കിൽ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റോഡ് പണിയുക, പഞ്ചായത്ത് റോഡ് പണിയുക, 2 വിഭാഗക്കാർ ബില്ല് എഴുതി വാങ്ങുക, ഒറ്റ റോഡ് കാണിച്ച് തട്ടിപ്പ് നടത്തുന്ന പോലെ ഒരേ ദിവസമാണ് ഒരു പദ്ധതിക്ക് 2 തലത്തിൽ വരുന്നത്. അപ്പം എങ്ങനെയാണ് വടക്കാഞ്ചേരി പദ്ധതി വന്നത്? ആരായിരുന്നു ഈ പദ്ധതിയുടെ ഉപകരാറുകാർ? ആ ഉപകരാറുകാരനായിരുന്നു വടക്കാഞ്ചേരി ലൈഫ് നിൽക്കുന്ന ചരൽപ്പറമ്പിലെ റെയിൽവേ സ്റ്റേഷൻ ഡിവിഷനിൽ മത്സരിച്ച LDF സ്ഥാനാർത്ഥി. അപ്പോൾ ഇത് ആ സ്ഥാനാർത്ഥി ആരായിരുന്നു? ആ സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെട്ടു. ഈ പറഞ്ഞ വലിയ മേനി നടിക്കുന്ന ഈ പദ്ധതി പ്രദേശത്ത് CPM പരാജയപ്പെടുകയാണ് ചെയ്തത്. അവിടെ ഇറക്കിയ മുതൽ മുടക്ക് ഈ ഫ്ളാറ്റിനേക്കാൾ കൂടുതലായിരുന്നു ആ ഡിവിഷൻ പിടിച്ചെടുക്കാൻ വേണ്ടി ഇറക്കിയ മുതൽ മുടക്ക്. എന്നിട്ടും അവിടുത്തെ ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാജയപ്പെടുത്തി. കേസന്വേഷണത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ സബ് കരാറുകാരൻ ആരായിരുന്നു? ആ സബ് കരാറുകാരന് മന്ത്രിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? ഇതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരും. അതിനാവശ്യമായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെ ഒരു ഇത്രയും വലിയ കെട്ടിടം പണിയാൻ പ്രാപ്തിയുള്ള ഒരാളാണോ ഈ ഉപകരാറുകാരൻ? എങ്ങനെയാണ് ഉപകരാറുകാരന്റെ കയ്യിലേക്ക് പണങ്ങൾ വന്നത്? ആ പണം അവിടെയാണ് ഉപയോഗിച്ച് മറ്റു സ്ഥലത്താണ് ഉപയോഗിച്ചത്? ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്, വിജിലൻസ് അന്വേഷണം അടിയന്തരമായി നിർത്തിവെക്കുകയും പൂർണ്ണമായി CBIയോട് സഹകരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. സർക്കാർ അത് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതേവരെ ഈ വിഷയവുമായി കോടതിയിൽ പോയ ആളുകളല്ല. കോടതിയിൽ വന്ന കേസിന് നമ്മൾ പിന്നെ കൗണ്ടറായിട്ടാണ് ഞങ്ങൾ കോടതിയിൽ പോയത്. ഈ വിഷയം പിന്നെ സർക്കാരിന്റെ പരിഗണനയില്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം നിർത്തിവെച്ച് ഫയലുകൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിയമപീഠത്തെ സമീപിക്കാനാണ് ആലോചിക്കുന്നത്. അനിൽ അക്കര, ലൈഫ് മിഷൻ സംബന്ധിച്ചുള്ള കോടതി ഉത്തരവിനെ കുറിച്ച് രണ്ടാമതും പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യം പ്രാഥമികമായിട്ട് ഈ വാർത്ത വിശദാംശങ്ങളില്ലാതെ വന്നപ്പോൾ തന്നെയും നിയമസഭയ്ക്കകത്ത് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. പിന്നീട് ഇപ്പോൾ അദ്ദേഹം വിശദമായിട്ട് കാണുകയാണ്. അതായത് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട നേതാവിനടക്കം ജനപ്രതിനിധിക്കടക്കം ഇതുമായി ബന്ധപ്പെട്ട് അഴിമതിയിൽ ബന്ധമുണ്ട്, അതെല്ലാം പുറത്തുവരും, തെളിവുകൾ കൈവശമുണ്ട്, സന്തോഷകരമാണ്, ഈ CBI അന്വേഷണം തുടരട്ടെ എന്ന നിലപാട് എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. ഈ ബുള്ളറ്റിൻ ഇടവേളയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, വാക്സിനേഷനിലൂടെ കോവിഡിനെ ഒറ്റക്കെട്ടായി ചെറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യമാകെ തന്നെയും. സഞ്ജീവനി ക്യാമ്പയിനിലൂടെ നെറ്റ്വർക്ക് 18 ഈ പോരാട്ടത്തിൽ ജനങ്ങൾക്കൊപ്പം ചേരുകയാണ്. ഒരാൾ സുരക്ഷിതരല്ലെങ്കിൽ ആരും സുരക്ഷിതരല്ല എന്നതാണ് സഞ്ജീവനി ക്യാമ്പയിൻ്റെ ആപ്തവാക്യം. ഇടവേളയിലേക്ക്. എന്നു വന്നു സൂപ്പർ ടാക്സ്. C. അച്യുതമേനോൻ അവതരിപ്പിച്ച ആദ്യ ബജറ്റിൽ തന്നെ സൂപ്പർ ടാക്സ്. 4 ലക്ഷത്തിൽ കൂടുതലുള്ള ഓരോ 1000 രൂപയ്ക്കും 4 അണ സൂപ്പർ ടാക്സ്. ആദ്യ ബജറ്റിൽ സംസ്ഥാനമൊട്ടാകെ സെന്റിന് 2 പൈസ ഭൂനികുതി. കാർഷികാദായ നികുതിയിൽ 5%. അടിയന്തരാവസ്ഥ കാലത്ത് കേരളം എങ്ങനെ? നാട് സൃഷ്ടിപരമായി ചിന്തിക്കുന്നുവെന്ന് KM മാണി. പരാമർശം അടിയന്തരാവസ്ഥക്കാല ബജറ്റിൽ. 1976 ബജറ്റ് അവതരിപ്പിച്ചത് KM മാണി. സമരങ്ങൾ ഇല്ലാതായി, വിദ്യാഭ്യാസ മേഖലയിൽ അച്ചടക്കവും ആവേശവുമെന്ന് ബജറ്റ് പ്രസംഗം. മാറി വന്ന സാഹചര്യം പോലീസ് സേനയെ കരുത്തരാക്കിയെന്നും KM മാണി. ഇന്ദിരാഗാന്ധി കേരളത്തെ കനിഞ്ഞനുഗ്രഹിക്കുന്നുണ്ടെന്നും പരാമർശം. സ്വർണ്ണക്കടത്ത് കേസിൽ 10 പേരെ സംരക്ഷിത സാക്ഷികളാക്കി NIAയുടെ നിർണായക നീക്കം. 10 സാക്ഷികളുടെ വിശദാംശങ്ങൾ രഹസ്യമാക്കി വെക്കാൻ NIA സമർപ്പിച്ച ഹർജി പ്രത്യേക NIA കോടതി അനുവദിച്ചു. ഈ സാക്ഷികളുടെ വിശദാംശങ്ങൾ കേസിന്റെ ഉത്തരവുകളിലും വിധിന്യായങ്ങളിലും രേഖകളിലും പ്രത്യക്ഷപ്പെടില്ല. സാക്ഷികളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് NIAയുടെ നടപടി. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വിശദാംശങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് NIA പോയത്, ഇവരെ സംരക്ഷിത സാക്ഷികളാക്കിയത്?
സനീഷ് സ്വർണ്ണക്കടത്ത് കേസിൽ 20 പേരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ 10 സാക്ഷികളെ സംരക്ഷിത സാക്ഷികളാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സംരക്ഷിത സാക്ഷികളുടെ വ്യക്തിവിവരങ്ങൾ കേസിൻ്റെ ഒരു ഘട്ടത്തിലും പുറത്തേക്ക് വരില്ല. ഇവരുടെ സാക്ഷി വിസ്താരങ്ങൾ നടക്കുമ്പോൾ പ്രതിഭാഗം അഭിഭാഷകർക്ക് ഇവരെപ്പറ്റി വിവരങ്ങൾ ലഭിക്കുകയോ ഇവരുമായി ബന്ധപ്പെട്ട കേസ് രേഖകൾ ലഭിക്കുകയോ ചെയ്യില്ല. ഇതിനുശേഷം വിസ്താരമൊക്കെ പൂർത്തിയായി വിധി പ്രസ്താവം വരുമ്പോഴും ഈ സാക്ഷികളുമായി ബന്ധപ്പെട്ട വ്യക്തിവിവരങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലുള്ള വിശദാംശങ്ങളും വിവരങ്ങളും ഒന്നും ഈ വിധി പ്രസ്താവത്തിലും കാണുകയില്ല. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് രഹസ്യമായി തന്നെ ഈ സാക്ഷികളെ ഈ കേസ് കഴിയുന്നിടം വരെ അല്ലെങ്കിൽ കേസ് കഴിഞ്ഞാലും അവർ രഹസ്യമായി തന്നെ ഇരിക്കും എന്നതാണ്. പ്രത്യേകിച്ചും ഏറെ അന്താരാഷ്ട്ര മാനങ്ങളടക്കമുള്ള ഒരു കേസാണ് സ്വർണ്ണക്കടത്ത് കേസിൽ. അതിലെ പ്രതികൾ അതീവ സമ്പന്നരും സ്വാധീന ശേഷിയുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ ഈ സാക്ഷികളെ പുറത്തേക്ക് അറിഞ്ഞാൽ അവരുടെ വ്യക്തിവിവരങ്ങൾ ലഭിച്ചാൽ അവരെ സ്വാധീനിച്ച് ഈ പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി നൽകുന്നത് മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടെന്നും ആശങ്കപ്പെടുന്നു. അതുകൊണ്ട് സ്വതന്ത്രമായ ഒരു വിചാരണ നടക്കണമെങ്കിൽ അതിന് നിയമത്തിൻ്റെ സഹായം വേണം എന്ന് എന്നെ വാദിക്കുകയും ചെയ്തു. ഈ വാദം അംഗീകരിച്ചാണ് ഇത്തരത്തിൽ 10 പേരെ സംരക്ഷിത സാക്ഷികളാക്കാൻ കോടതി അനുവദിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ വിചാരണ ആരംഭിക്കുന്ന മുറയ്ക്കാവും ഉണ്ടാവുക. ശരി, നന്ദി അനീഷ് വിവരങ്ങൾക്ക്. കരിപ്പൂർ വിമാനത്താവളത്തിൽ CBI DRI പരിശോധന. വിമാനത്താവളത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. സ്വർണ്ണക്കടത്തിന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നുവെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് CBIയുടെ മിന്നൽ പരിശോധന എന്നാണ് വിവരം. ഷാർജയിൽ നിന്നുള്ള വിമാനം കരിപ്പൂരിൽ എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് CBI ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ എത്തിയത്. കസ്റ്റംസിന്റെ പരിശോധന കഴിഞ്ഞ് പുറത്തെത്തുന്ന യാത്രക്കാരെയും CBI പരിശോധിക്കുന്നുണ്ട്. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം MLA MC കമറുദ്ദീന് ജാമ്യം. ഹോസ്ദുർഗ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്ത 24 കേസുകളിലാണ് ജാമ്യം. എന്നാൽ കൂടുതൽ കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനാൽ ജയിൽ മോചനം നീളും. കാസർഗോഡ് കോടതിയിൽ 12ഉം ഹോസ്ദുർഗ് കോടതിയിൽ 21 കേസുകളിലും കമറുദ്ദീൻ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഇവയിൽ പിന്നീട് വാദം കേൾക്കും. പാലക്കാട് ഒലവക്കോട് ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമം. മലമ്പുഴ സ്വദേശി സരിതയെയാണ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചത്. ഭർത്താവ് ബാബുരാജ് പോലീസിൽ കീഴടങ്ങി. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ഇവർക്ക് വലിയ ഗൗരവതരമായ പരിക്കേറ്റിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്താണ്? സനീഷ, ഇന്ന് രാവിലെ 10:30ക്കാണ് ഈ സംഭവം. ഒലവക്കോട്ടെ ഒരു ബ്യൂട്ടീഷ്യൻ പരിശീലന കേന്ദ്രത്തിൽ ഭർത്താവ് സരിത, മലമ്പുഴ സ്വദേശി സരിതയെ ഭർത്താവ് ബാബുരാജ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താനായിരുന്നു ശ്രമിച്ചിരുന്നത്. ബാബുരാജ് ആദ്യം പെട്രോൾ ഒഴിച്ച് പിന്നീട് ഈ കോഴ്സ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് ക്ലാസ് മുറിയിൽ വെച്ചാണ് ഈ സരിതയെ പെട്രോൾ ഒഴിക്കുന്നത്. ഈ അവിടുത്തെ ജീവനക്കാർ സമയബന്ധിതമായി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായിട്ടുള്ളത്. സരിതയെ മാറ്റിയ ജീവനക്കാർ പിന്നീട് ഈ ബാബുരാജ് തീ കൊളുത്താൻ ശ്രമിക്കുകയും ബാബുരാജിനെ തള്ളിമാറ്റുകയും ചെയ്തിരുന്നു. പിന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് ഇയാളെ പിടികൂടി. പക്ഷേ ബാബുരാജ് പിന്നീട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. മലമ്പുഴ പോലീസ് സ്റ്റേഷനിൽ പിന്നീട് ഇയാൾ കീഴടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇവർ 15 വർഷമായി സരിതയും ബാബുരാജിന്റെയും വിവാഹം കഴിഞ്ഞ 40 ഒരു മാസത്തിലേറെയായി ഇവർ വേർപിരിഞ്ഞാണ് കഴിയുന്നത്. വിവാഹമോചന കേസ് നിലവിലുണ്ട് എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ ഈ കൊലപാതക ശ്രമത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രണ്ടുപേർക്കും പരിക്കില്ലല്ലോ അല്ലേ? സനീഷ്, രണ്ടുപേർക്കും പരിക്കില്ല. പക്ഷേ ശരീരം മുഴുവൻ പെട്രോൾ ഒഴിച്ചുകൊണ്ട് തന്നെ അതിന്റെ അസ്വസ്ഥതകളുണ്ട് എന്നതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്ന് ഒരു ദിവസം ഇവിടെ ആശുപത്രിയിൽ കിടന്നതിന് ശേഷമായിരിക്കും ഡിസ്ചാർജ് ചെയ്യുക. ശരി, നന്ദി പ്രസാദ് വിവരങ്ങൾക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കൃഷി നിയമവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. ഒരു കർഷകന്റെയും ഭൂമി നഷ്ടമാകില്ല എന്ന് ചീഫ് ജസ്റ്റിസ് കോടതിയിൽ അഭിപ്രായപ്പെട്ടു. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കോടതി ആഗ്രഹിക്കുന്നുവെന്നും കോടതി വ്യക്തമാക്കി. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഇന്നിപ്പോൾ ഉത്തരവിലേക്ക് തന്നെ കോടതി കടക്കുമല്ലോ, അതിലേക്കാണോ കടക്കുന്നത്? എന്താണിപ്പോൾ അവിടെ സംഭവിക്കുന്നത്? സനീഷ്, ഇതുവരെയുള്ള കോടതിയുടെ നടപടിക്രമങ്ങൾ വിലയിരുത്തുമ്പോൾ ഏതാണ്ട് ഉത്തരവിലേക്ക് തന്നെ ഇന്ന് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. കാരണം CJI ഇന്ന് പ്രധാനപ്പെട്ട കർഷകരുടെ വാദം ഉൾപ്പെടെ കേൾക്കുകയാണ്. മാത്രമല്ല റിപ്പബ്ലിക് ദിന പരേഡ് ദിനത്തിൽ തന്നെ ട്രാക്ടർ റാലി നടത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഡൽഹി പോലീസിന്റെ ഹർജി ഉൾപ്പെടെ കോടതിക്ക് മുന്നാകിയുണ്ട്. പക്ഷേ കോടതി ഈ വിഷയത്തിൽ ഒരു പരിഹാരമാണ് തേടാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഈ കമ്മിറ്റിക്ക് മുമ്പാകെ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. അതായത് കർഷകർക്ക് ആശങ്കയുണ്ടെങ്കിൽ കർഷകർക്ക് നേരിട്ട് തന്നെ ഈ കമ്മിറ്റി ആശങ്കകൾ അറിയിക്കാം. അല്ല, അഭിഭാഷകൻ മുഖേനയാണ് കർഷകർക്ക് ഈ കമ്മിറ്റിയോട് സംസാരിക്കേണ്ടതെങ്കിൽ അങ്ങനെ സംസാരിക്കാം. ഈ കമ്മിറ്റിക്ക് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ സ്വഭാവവും ഉണ്ടാകില്ല. മറിച്ച് കോടതി
തന്നെ നേരിട്ടായിരിക്കും ഇത്തരത്തിൽ കമ്മിറ്റി രൂപീകരിക്കുക. ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ നിയമം നടപ്പിലാക്കുന്നത് മരവിപ്പിക്കാനാകുമോ എന്ന കാര്യമാണ് കോടതി പരിശോധിക്കുന്നത് എന്നുകൂടിയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകുന്നത്. അതിൽ നിന്ന് നിയമം റദ്ദാക്കുക എന്നുള്ള ഹർജിയിന്മേൽ കോടതിക്ക് തീരുമാനമെടുക്കുക എന്നത് സാധ്യമല്ല എന്ന് കൂടിയാണ് അദ്ദേഹം പരോക്ഷമായി പറഞ്ഞു വെക്കുന്നത്. അതായത് ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമായതുകൊണ്ട് തന്നെ അത് പാർലമെന്റിന് തന്നെയാണ് അത് റദ്ദാക്കുവാനുള്ള അധികാരം എന്നതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്കല്ല കടക്കുന്നത്. മറിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുന്നതിന് ഒരു സമിതിയെ നിയോഗിക്കും. ആ സമിതിക്ക് മുമ്പാകെ ആശങ്കകളും മറ്റും പങ്കുവെക്കാൻ അഭിലാഷ്, ഇതോട് ഈ കർഷകരുടെ സമരക്കാരുടെ അഭിഭാഷകർ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നത് സംബന്ധിച്ച് നമുക്ക് വിവരങ്ങളുണ്ടോ? അതായത് മറ്റൊന്നിനും മുന്നിലും ഈ സമവായത്തിലെത്താനാവുകയില്ല, 3 കൃഷി നിയമങ്ങളും പരിപൂർണമായി റദ്ദാക്കിയാലല്ലാതെ പിൻവലിച്ചാലല്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടാണല്ലോ കർഷക സമരക്കാർക്കുള്ളത്. അപ്പോൾ ഒരു സമിതി രൂപീകരിച്ച് അതുമായി ചർച്ചകൾ നടക്കുക എന്ന ഒരു സൊല്യൂഷൻ ചീഫ് ജസ്റ്റിസ് മുന്നോട്ട് വെക്കുമ്പോൾ അതോട് ചേർന്നൊരു അനുകൂലമായ നിലപാടായിരിക്കുമോ സമരക്കാർ സ്വീകരിക്കുക? സനീഷ, നിലവിലെ സാഹചര്യത്തിൽ ഈ സമിതിയുമായി പൊരുത്തപ്പെട്ടു പോകേണ്ട ഒരു സാഹചര്യം തന്നെ കർഷകർക്കുണ്ടാകും എന്നത് തന്നെയാണ് വസ്തുത. കാരണം രാജ്യത്തെ പരമോന്നത കോടതിയാണ് ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കാൻ പോകുന്നത്. അതൊരു കോടതിയുടെ തീരുമാനം കൂടിയാണ് സമിതി എന്നത്. മാത്രമല്ല, വരും മണിക്കൂറുകളിൽ ഉത്തരവ് ഇറങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ നിയമം നടപ്പിലാക്കുന്നത് മരവിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെടും. സ്വാഭാവികമായും സർക്കാർ അതിന് വഴങ്ങും. സർക്കാർ അത് അനുവദിക്കുകയും ചെയ്യും. കാരണം സർക്കാരിന് ഇങ്ങനെയൊരു സമിതി രൂപീകരിക്കണമെന്നത് നേരത്തെ തന്നെയുള്ള താല്പര്യമാണ്. സർക്കാർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ 3 നിയമങ്ങളിലെ ഓരോ ഭേദഗതികളും ഓരോന്നോരോന്നായി കർഷകർ ചർച്ച ചെയ്യാൻ തയ്യാറാകണം. അങ്ങനെ കർഷകരുടെ ആശങ്കകൾ അകറ്റാൻ സാധിക്കും എന്നുള്ളതായിരുന്നു. എന്തായാലും കർഷക സംഘടനകളാകട്ടെ സനീഷ് പറഞ്ഞതുപോലെ ഈ ഭേദഗതികളിന്മേൽ ഒരു ചർച്ചയ്ക്കുമില്ല, മറിച്ച് നിയമം പൂർണ്ണമായും റദ്ദാക്കുക, അതിനുശേഷമായിരിക്കും ചർച്ചയിലേക്ക് കടക്കുകയുള്ളൂ എന്നായിരുന്നു വ്യക്തമാക്കിയത്. പക്ഷേ കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ കർഷക സംഘടനകൾക്ക് സാധിക്കില്ല. കാരണം സുപ്രീം കോടതിയാണ് ഇത്തരത്തിലൊരു സമിതി രൂപീകരിക്കുന്നത്. മാത്രമല്ല, അഭിഭാഷകരും ഇന്നലെ ചില എതിർപ്പുകൾ സൂചിപ്പിച്ചുവെങ്കിലും നിയമപരമായി ആ എതിർപ്പുകൾ നിലനിൽക്കില്ല എന്ന് അഭിഭാഷകർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. മാത്രമല്ല, അഭിലാഷ്, ഇത് ഇങ്ങനെയൊരു സമിതിയുടെ മുന്നിലേക്ക് ചർച്ചകളിലേക്ക് പോകേണ്ടി വരുമെങ്കിലും കർഷകർക്ക് ആശ്വാസം നൽകുന്നൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഈ പറയുന്ന അതുവരെ നിയമം നടപ്പാക്കുന്നത് റദ്ദ് ചെയ്യും എന്ന് വെച്ചാൽ നിയമം മരവിപ്പിച്ച് നിർത്തും എന്ന ഒരു കാര്യം കൂടെ ഉണ്ടാകുമെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ അവർക്ക് വലിയ ഗൗരവമായിട്ട് അനുഭവപ്പെടാൻ ഇടയില്ല എന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റുണ്ടോ? അതായത് നടപടികളുമായിട്ട് നിയമം നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയുക, ഈ സമിതിക്ക് വഴങ്ങിയിട്ട് ചർച്ചകളിലേക്ക് പോകാമെന്ന് കർഷക സമരക്കാരും തീരുമാനിക്കുക. ആ ഒരു സൊല്യൂഷൻ സമവായ ശ്രമം എന്ന നിലയ്ക്ക് ഒരുപക്ഷെ നടക്കുമായിരിക്കും അല്ലേ? അത് സാധ്യത അങ്ങനെ തന്നെ നമുക്ക് കൽപ്പിക്കണം. ഇപ്പോഴിതാ ചീഫ് ജസ്റ്റിസിന്റെ മറ്റൊരു പരാമർശം കൂടി വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു, റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ പരേഡ് നടത്തും എന്നുള്ളതായിരുന്നു കർഷകരുടെ ആവശ്യം. അത് റദ്ദാക്കണം, അതിനനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഡൽഹി പോലീസ് ഹർജി നൽകിയത്. അതിന്മേൽ CJയുടെ ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം വന്നിരിക്കുന്നത് ഇന്നലെ തന്നെ കർഷകർ ട്രാക്ടർ റാലി നടത്തില്ല എന്ന അഭിഭാഷകൻ പറഞ്ഞതാണല്ലോ എന്ന പരാമർശം വരുന്നു. ഒപ്പം കർഷകർ പ്രശ്ന പരിഹാരമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ സമിതിക്ക് മുന്നിൽ ഹാജരാവുകയാണ് ചെയ്യേണ്ടത്. ഹാജരാകില്ല എന്ന മറുപടി ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് പറയുന്നു. അത് കൃത്യമായി സനീഷ് ചോദിച്ച ആ പോയിന്റിലേക്ക് തന്നെയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം എത്തുന്നത് സനീഷ്. അതായത് സമിതി രൂപീകരിക്കുകയാണെങ്കിൽ പ്രശ്ന പരിഹാരമാണ് കർഷകർ ആഗ്രഹിക്കുന്നത് എങ്കിൽ സമിതിക്ക് മുന്നിൽ ഹാജരാകണമെന്ന് വളരെ കൃത്യമായി ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും നിയമം നടപ്പിലാക്കുന്നത് താൽക്കാലികമായി മരവിപ്പിച്ചു നിർത്തും. ഒപ്പം ഈ സമിതിക്ക് മുമ്പാകെ ഹാജരാകാൻ കർഷകരോട് ആവശ്യപ്പെടും. അങ്ങനെ സമിതി ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് കോടതി കൂടി പരിഗണിച്ച ശേഷം ഈ നിയമങ്ങൾ കർഷകർക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് കോടതി വിലയിരുത്തുകയും ചെയ്യും. അപ്പോഴും സനീഷ്, നമുക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നിയമങ്ങൾ റദ്ദാക്കുക എന്നത് സുപ്രീം കോടതിക്ക് സാധ്യമാകുന്ന ഒന്നല്ല. അത് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കായിരിക്കും കടക്കുക. കാരണം പാർലമെന്റ്
ആണ് പാർലമെന്റിന്റെ രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കുകയും അങ്ങനെ പാസ്സാക്കിയ ഒരു നിയമം രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്ത ശേഷമാണ് രാജ്യത്ത് അത് നിയമമായി പ്രാബല്യത്തിൽ വരുന്നത്. അതെ, അത്തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതിന് മറിച്ചും ഉള്ള അഭിപ്രായം പറയുന്ന ആളുകളുണ്ട് അഭിലാഷ്. അതായത് ഈ പറയുന്ന നിയമപരമല്ലാത്ത ചില നിയമങ്ങൾ കോടതിക്ക് തന്നെയും പാർലമെന്റ് പാസ്സാക്കിയതാണെങ്കിൽ തന്നെയും ഇടപെടാനാകുമെന്ന തരത്തിലുള്ള ചില നിരീക്ഷണങ്ങൾ കൂടെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിലും മറ്റുമൊക്കെ വന്നിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അറിയുകയില്ല. എന്തായാലും ആ നിലക്കുള്ള കാര്യങ്ങൾ കൂടെയുണ്ട്. പക്ഷേ ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്നത് ഒരു വിദഗ്ധ സമിതിയെ കോടതി തീരുമാനിക്കും എന്ന ഇതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്നലത്തെ വാദം കേൾക്കലിനിടയിൽ തന്നെയും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. മുൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ളൊരു സമിതിയിലേക്ക് നമുക്ക് പോയാലോ എന്ന് അദ്ദേഹം ഒരു നിർദ്ദേശം എന്ന നിലക്ക് കോടതിക്ക് മുമ്പാകെ അഭിപ്രായപ്പെട്ടിരുന്നു. ചീഫ് ജസ്റ്റിസ് ആയിരുന്ന പി ചിദംബരത്തെ സദാശിവത്തെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. പക്ഷേ അതിനകത്ത് ഇടപെടാൻ ഇപ്പോൾ സാധിക്കുകയില്ല. ഭാഷാപരമായ പരിമിതികൾ, അതായത് കൂടുതലും ഹിന്ദി സംസാരിക്കുന്ന കർഷകരാണ് സമര രംഗത്തുള്ളത്. മുതിർന്ന സമര നേതാക്കളെല്ലാം ആ നിലക്കുള്ള ആളുകളാണ്. ഹിന്ദിയിൽ തനിക്കത്ര ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാണ് സദാശിവം ആ ചുമതല ഏറ്റെടുക്കുന്നതെന്ന് വിട്ടുമാറിയത്, അല്ലെങ്കിൽ അതിന് തയ്യാറാകാതിരുന്നത് എന്ന് ഇന്നലെ തന്നെയും കോടതിക്ക് മുമ്പാകെ എസ് എ ബോബ്ഡെ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുന്ന നിലയുണ്ടായിരുന്നു. RM ലോധയെ സമീപിച്ചേക്കാം എന്ന സൂചനകളുണ്ടായിരുന്നു. അങ്ങനെ മുൻ ചീഫ് ജസ്റ്റിസ് പോലെ വളരെ പ്രധാനപ്പെട്ട പദവിയിലിരുന്ന ആളുകളുടെ അധ്യക്ഷതയിലൊരു എല്ലാവർക്കും സമ്മതമായൊരു സമിതി രൂപീകരിക്കുക, ആ സമിതിക്കകത്ത് ഇതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാകുന്നതിലേക്കുള്ളൊരു സമവായ ചർച്ചകളിലേക്ക് വിശദമായിട്ട് പോവുക എന്ന ഒരു സൊല്യൂഷനാണ് ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ചീഫ് ജസ്റ്റിസ് ആ നിലക്കാണ് ആലോചിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് KP അഭിലാഷ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കൃഷിക്കാർക്ക് നേരിട്ടോ അഭിഭാഷകർ മുഖേനയോ ഈ സമിതിയുമായിട്ട് സംസാരിക്കാം. സമിതി സർക്കാരുമായിട്ടും ആശയവിനിമയങ്ങൾ നടത്തും. ഈ നിയമം പിൻവലിക്കണമോ, നിയമത്തിൽ ഭേദഗതികൾ വരണോ, ഏത് നിലക്കാണ് സമരം നമുക്ക് അവസാനിപ്പിക്കാനാവുക എന്ന ചർച്ചകളിലേക്ക് അത് കടക്കും. പക്ഷേ അതോടൊപ്പമുള്ളൊരു പ്രശ്നം, ഈ നിയമം നടപ്പാക്കുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒന്ന് മരവിപ്പിച്ച് നിർത്തുക എന്ന കാര്യം കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും, ആലോചിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. KP അഭിലാഷ് കുറേ കൂടെ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം വരുന്ന മുറയ്ക്ക് അത് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകാനുള്ള സമയമായിട്ടുണ്ട്. അതിനുശേഷം ഇടവേളയ്ക്ക് ശേഷം മറ്റ് വാർത്താ ബുള്ളറ്റിനിലേക്ക് വരാം. നമസ്കാരം.